വ്യക്തിപരമായ കാര്യം അവരുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. 2013 എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ആരും തന്നെ ഇന്ന് കേരള രാഷ്ട്രീയത്തിലില്ല. നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടതില്ല. എന്നോട് തെറ്റ് ചെയ്തവർ കേരള രാഷ്ട്രീയത്തിൽ ശിക്ഷിക്കപ്പെട്ടു. പിണറായി വിജയൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം. പിന്നെ എൻ്റെ വ്യക്തിപരമായ കാര്യം അന്വേഷിക്കാനല്ലല്ലോ തെരഞ്ഞെടുപ്പ്. അതിന് ഒട്ടിടയണോ? അല്ലല്ലോ. അതിനുള്ള ഗാലപ്പോളൊന്നും അല്ലല്ലോ. അല്ല. അപ്പോൾ എന്താണ്, ജനങ്ങൾ നാടിനെക്കുറിച്ചാണ്. ഇത് രാഷ്ട്രീയമാണ്. പൊതു ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിലെ രാഷ്ട്രീയവും മതേതരത്വവും ജനാധിപത്യവും അഴിമതിരഹിതമായൊരു ഭരണവും വികസനവും ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അല്ലാതെ രാഷ്ട്രീയത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട. ഇതിനേക്കാളും വലുത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ 2013 ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ നേരിട്ട ആളാണ്. അവിടെ നിന്ന് 16 ഞാൻ വലിയ 26,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം 24,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ 2013, 16 അത് 2021 അങ്ങനെയാണ് വോട്ട് ജയിച്ചത്. എന്നെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞാൻ ആരാണെന്ന് എൻ്റെ ബന്ധുക്കൾ, എൻ്റെ അച്ഛനമ്മമാർ അറിഞ്ഞതിനേക്കാൾ നന്നായി അടുത്തറിയുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ എന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്. ഒരക്ഷരം വ്യക്തിപരമായ ആക്ഷേപം ഞങ്ങൾ നടത്തത്തില്ല. ആരും നടത്തില്ല. ഒരു പ്രസംഗകരും ആരും നടത്താറില്ല. ഞങ്ങൾ നന്മയുടെ പക്ഷത്താണ്. ഞങ്ങൾക്ക് പറയാൻ ഒരുപിടി കാര്യങ്ങൾ ഒരു 500 മീറ്ററിൻ്റെ ഉള്ളിൽ ഇന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് ജനങ്ങളോട് പറയുന്ന അവരത് ശ്രദ്ധിക്കാത്ത ആളുകളാണ്. ബുദ്ധിമാന്മാരല്ലേ ജനങ്ങൾ, അവരത് ശ്രദ്ധിക്കുകയില്ലേ. അപ്പോൾ അവർ നോക്കുമ്പോൾ ശരിയാണല്ലോ, അമ്മ പറഞ്ഞ കള്ളമല്ലല്ലോ. വ്യക്തിപരമായ കാര്യം അവരുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം പറഞ്ഞാൽ ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത് 5 കൊല്ലമായിട്ടില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഇവിടുന്ന് വന്നു. ഞാൻ ചോട്ടെ, എനിക്കെതിരെ ഞാൻ ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഞാൻ ചോദിച്ചല്ലോ, കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞു, അന്ന് ഒരു ആരോപണവും പറഞ്ഞില്ല. അന്ന് വയ്യാതെ മരിച്ചു പോകുമെന്ന് വിചാരിച്ചു, കോവിഡായിട്ട് മരിച്ചു പോകുമെന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പോൾ എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയത്തില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എങ്ങനെയെങ്കിലും തിരഞ്ഞെടുപ്പ് ബാലറ്റ് വീണതിന് ശേഷം വീണാൽ ഇലക്ഷൻ മാറ്റി വയ്ക്കില്ലോ എന്നുള്ള സന്തോഷത്തിൽ നടന്ന. പക്ഷെ അന്ന് ഒരു ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ജനങ്ങളുമായിട്ടൊന്ന് ഷേക്കാൻ പോലും കൊടുക്കാൻ പറ്റാത്ത സമയത്ത് 14,000 വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയിരിക്കും. 8 ദിവസമാണ് പ്രചരണം നടത്തി. ആ സ്നേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നോടുണ്ട്. ആ വിശ്വാസം അവർക്ക് എന്നോടുണ്ട്. ഞാൻ എന്താണെന്ന് എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ അച്ഛനമ്മമാർ എന്നെ അറിഞ്ഞിരുന്നതിനേക്കാൾ നന്നായിട്ട് 10,000 പേർക്ക് അറിയാം. എവിടെ നിന്നെങ്കിലുമൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാനും മുഖവിലേക്ക് എടുക്കാനും ഇവിടുത്തെ ജനങ്ങൾ അങ്ങനെയുള്ളവരല്ല. നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ടതില്ല. അത് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ദൈവം അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു കരിയില പോലും പറക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷയുടെ സമയം എന്നെ അപ്പം തന്നെ ശിക്ഷിക്കും. എന്നോട് തെറ്റ് ചെയ്തവർ കേരള രാഷ്ട്രീയത്തിൽ ശിക്ഷിക്കപ്പെട്ടു. അതിപ്പോൾ ഞാൻ പറയുന്നില്ല, വേണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് എണ്ണി പറഞ്ഞുതരാം. 2013 എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ആരും തന്നെ ഇന്ന് കേരള രാഷ്ട്രീയത്തിലില്ല എന്ന യാഥാർത്ഥ്യം ഒന്ന് വീട്ടിലിരിക്കുമ്പോൾ താങ്കൾ ഒന്ന് ചിന്തിക്കണം. അന്ന് ഗണേഷ് കുമാറിനെ കൈകാര്യം ചെയ്യാൻ UDF ഉപസമിതി എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. കൂടെ നിന്നുകൊണ്ട് തന്നെ ചതിക്കാനേ UDF ഉപസമിതി. പിന്നെ അന്ന് രാജിവെപ്പിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്ത LDF അല്ല അന്ന് താല്പര്യം എടുത്തത്. രാജിവെപ്പിക്കാൻ മുൻകൈ എടുത്തത് LDF അല്ല. കാരണം ഞാൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് നിയമസഭയിൽ ഒരു ഒറ്റ അടിയന്തര പ്രമേയമേ ഉള്ളൂ. പക്ഷേ ഞാനിതിനകത്ത് പ്രതിയല്ല. അപ്പോൾ എന്നെ നശിപ്പിക്കാൻ വേണ്ടി അന്ന് ശ്രമിച്ച ആളുകളുടെ ലിസ്റ്റ് നിങ്ങളൊന്നും രഹസ്യമായിട്ട് എടുക്കുക മനസ്സിൽ. അവരാരെങ്കിലും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടോ? സജീവമായിട്ടുണ്ടോയെന്നല്ല, ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കും. അവരെയൊക്കെ പിന്നീട് ഈ ജനസമൂഹം, കേരള സമൂഹം എങ്ങനെയാണ്, മാധ്യമങ്ങൾ പോലും അവരിൽ പലരെയും കൈവിട്ടതും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സത്യത്തിനേ വിലയുള്ളൂ. സത്യം ഇഴഞ്ഞു വരും, കള്ളം നേരത്തെ വരും, പാഞ്ഞു വന്നേച്ച് അങ്ങ് പോകും. തീർച്ചയാണല്ലോ, പ്രചരണം അല്ലാതൊരു യാഥാർത്ഥ്യമാണ്. കാരണം പാവപ്പെട്ടവന് ഈ കേരളത്തിൽ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, അവരുടെ ജീവിത നിലവാരം ഉയരണമെങ്കിൽ, മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടണമെങ്കിൽ, പട്ടികജാതിപട്ടികവർഗത്തിൽപ്പെട്ടവർക്കും പാവങ്ങൾക്കും ഉയർച്ച ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യം തന്നെ ഭരിക്കണം. പിണറായി വിജയൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്നതിൽ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ അദ്ദേഹം ചിരിക്കുമോ, അദ്ദേഹം ആളുകളെ പിടിച്ച് ഷേക്കാൻഡ് കൊടുക്കുമോ അതൊന്നും പ്രശ്നമല്ല. അദ്ദേഹം ഒരു നല്ല ഭരണകർത്താവാണ്. ഇന്നലെയും ചില മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ കാണുന്ന എന്താണ്, മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാര്? അത് പിണറായി വിജയൻ. അത് കഴിഞ്ഞാൽ പിന്നാരാ? ആ ഒരു 10-20% താഴെയാണ് എല്ലാവരും. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ വളരെ ബുദ്ധിപരമായി രാഷ്ട്രീയത്തെപ്പറ്റി ചിന്തിക്കുന്ന ആൾക്കാരാണ്. പാർലമെൻറ്റ് ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല പഞ്ചായത്ത് ഇലക്ഷന്, പഞ്ചായത്തിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അല്ല അസംബ്ലി ഇലക്ഷന്. അപ്പോൾ ഓരോ സ്ഥലത്തും എന്ത് പാർലമെൻറ്റിലേക്ക് എന്ത് തീരുമാനം എടുക്കണം, പഞ്ചായത്തിൽ എന്ത് തീരുമാനം എടുക്കണം, അസംബ്ലിക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെ മാറി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന വലിയൊരു രാഷ്ട്രീയ ബോധമുള്ള സമൂഹമാണ് കേരളത്തിൽ. രാഷ്ട്രീയ പ്രവർത്തകരാകുമ്പോൾ എല്ലാ മണ്ഡലത്തിലും പ്രവർത്തനത്തിന് പോകും. രാഹുൽ ഗാന്ധി വരും, പ്രിയങ്ക ഗാന്ധി വരും. അതൊക്കെ അവർക്ക് അങ്ങനെ കാണിക്കാൻ അവരോട് വലിയ അട്രാക്റ്റീവ് പീസസ് ഉണ്ട്. ഞങ്ങളിൽ അതില്ല. ഞങ്ങൾ സാധാരണക്കാരായ നേതാക്കളെ ഞങ്ങളിലുണ്ട്. ഞങ്ങളുടെ പ്രാദേശികമായ സാധാരണക്കാരായ നല്ലവരായ നേതാക്കൾ, രാഷ്ട്രീയത്തിൽ സത്യസന്ധതയുള്ള അഴിമതിരഹിതരായ നേതാക്കളെ ഇടതുപക്ഷ മുന്നണി ഇറക്കും. ഞങ്ങൾ അത്രയും വലിയ ഒരു
അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊന്നും ആരും കാര്യമാക്കുന്നില്ല. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം, അതൊന്നും അവിടുത്തെ വിഷയങ്ങളല്ല. പിന്നെ അതിലൊന്നും യാതൊരു സത്യവുമില്ല എന്നുള്ള കാര്യം കാലം തെളിയിക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നത്. ഇതിനു മുമ്പ് 2013 ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയ സമയത്ത് ഇതേ ഇലക്ഷൻ ഉണ്ടായിരുന്നു. 2013 കഴിഞ്ഞ് 2016 ഇലക്ഷൻ ഉണ്ടായിരുന്നു, 2021 ഇലക്ഷൻ ഉണ്ടായിരുന്നു. 2026 പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് ഓർമ്മ തിരിച്ചു വന്നതുപോലെ ആ ഡേറ്റിലേക്ക് വരികയാണ് അധികാരം. അത് ഇലക്ഷൻ പ്രമാണിച്ചുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പിൽ ഏത് മത്സരവും നിസ്സാരമായി കാണരുത് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുടെ ഡ്യൂട്ടി എന്നുള്ളതേ ഉള്ളൂ. മത്സരം ഇത് ഇപ്പോൾ പുനലൂരിലൊക്കെ ഉള്ളതൊക്കെ പുനലൂർ LDF സ്ഥാനാർത്ഥിക്ക് എതിരാളിയില്ലല്ലോ. അതുപോലെയല്ല, നമ്മളെപ്പോഴും നല്ല മത്സരങ്ങളാണ് എപ്പോഴും നടന്നിട്ടുള്ളത്. ഒരു മത്സരവും ഇതുവരെ നടന്ന 5 മത്സരങ്ങളും ഇപ്പം 6ാമത്തെ ഈ മത്സരവും ഒരു നിസ്സാര കാര്യമായി കാണുന്നത്. ആമയും മുയലും കൂടെ ഓടുന്ന പോലെ ആവാൻ പാടില്ല. ഞങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്യും. റിസൾട്ട് തരുന്നത് ജനങ്ങളിൽ നിന്നാണ്. ഈ കളിപ്പാട്ടം കൊള്ളാമോ ആ കളിപ്പാട്ടം കൊള്ളാമോ എന്ന് ഉപയോഗിക്കുന്ന കുഞ്ഞല്ലേ പറയുന്നത്. നാട്ടുകാർ പറയുമല്ലോ, 9-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഏതാ നല്ല സാധനം എന്ന് പറയും. നല്ല വെറൈറ്റി ഉള്ളതും കൊള്ളാവുന്നതും ഏതാണ് എന്ന് ഉപയോഗപ്രദമായിട്ടുള്ള സാധനങ്ങളാണ് ആളുകൾ വാങ്ങുന്നത് കടയിൽ കയറുമ്പോഴേ എന്ന് പറഞ്ഞ പോലെയാണ്. അല്ലാതെ ഞാനാരാ പറയാൻ, കൊള്ളത്തില്ലെന്നും പറയത്തില്ല, കൊള്ളാമെന്നും പറയത്തില്ല. എല്ലാ മത്സരങ്ങളും മികച്ചതാണ് എന്നുള്ളതാണ്. എനിക്കെതിരെ ആരും നിസ്സാരരായ ആരും മത്സരിച്ചതായിട്ട് കണ്ടിട്ടില്ല. അത്രയ്ക്ക് വലിയ ആളല്ലല്ലോ ഞാനൊരു മോശക്കാരനാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ തോന്നുന്നതിൽ എനിക്ക് വിഷമമില്ല. എന്ത് ചർച്ചയ്ക്ക് റെഡിയാണ് എന്നാണ് ചാമക്കാല പറയുന്നത്. എന്ത് ചർച്ച? വികസനത്തിനെ കുറിച്ചൊക്കെ. അയ്യോ പാവം, അതൊന്നും വേണ്ട. അങ്ങനെ അല്ല, അതൊക്കെ അവർ പറയുന്നില്ല. ഞാൻ അങ്ങനൊന്നും പറയത്തില്ല. ഞാൻ അദ്ദേഹത്തോട് അത്രയും വലിപ്പം എനിക്കുള്ള, അദ്ദേഹത്തോട് വലിയ ഈ ചർച്ചയ്ക്ക് പോയി പരിചയം എനിക്കില്ല ബ്രദർ. അല്ല, എനിക്ക് അങ്ങനെ വൈകിട്ട് ചർച്ചയ്ക്ക് പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുന്ന അതുണ്ടല്ലോ, അതറിയത്തില്ല. സന്ദീപ് വാര്യരോട് പോയാൽ ചർച്ച ചെയ്യുന്ന നല്ലതായിരിക്കും. എന്നെ വിട്ടേക്ക്, പാവപ്പെട്ട എന്നെ വിട്ടേക്ക്. ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കില്ലേ. ഇവിടുന്ന് ഈ 500 മീറ്ററിനകത്ത് നിങ്ങൾ വേണമെങ്കിൽ വരാമെങ്കിൽ ഇപ്പോൾ വരാമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എണ്ണിയല്ലേ പറയുന്നത്, അല്ല കള്ളമൊന്നും പറഞ്ഞില്ലല്ലോ. ഈ 500 മീറ്ററിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഇവിടുത്തുകാരെ അവർക്കറിയാം. ഈ 500 മീറ്ററിനകത്തുണ്ട്. ഇവിടെ മാത്രമല്ല, കുറച്ച് അങ്ങോട്ട് 1 കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറിയുന്ന അവിടെ നിന്ന് 500 മീറ്ററിലേക്ക് നോക്കാം. അങ്ങനെ മുക്കിലും മൂലയിലും MLA കൊണ്ടുവരാത്ത വികസന പ്രവർത്തനത്തിനകത്ത് ഒരു സ്ഥലമില്ല. പിന്നെ വികസനമില്ലെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ മനസ്സിൻ്റെ ഉള്ളിൽ ഊറിച്ചിരിക്കുകയാണ്. എന്ത് സംവാദം, എന്തിനെക്കുറിച്ച് സംവാദം? ഒന്നുമില്ല. ഇല്ല, അത് റിസൾട്ട് വരുമ്പോഴല്ലേ നമുക്കറിയാനൊക്കെ. മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ല. കാരണം ഞാനങ്ങനെ ഈ രാഷ്ട്രീയ ചാണക്യനൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്കങ്ങനെ ഈ മുൻകൂട്ടി പ്രവചിക്കാനുള്ള കഴിവൊന്നുമില്ല. വരുമ്പോൾ കാണാം എന്നുള്ളതേ ഉള്ളൂ. വരുമ്പോൾ കാണാം. മതചിന്തകൾ എപ്പോഴും, ജാതി മതചിന്തകൾ എപ്പോഴും ഒരു കുഴപ്പം പിടിച്ച സാധനമാണ്. അതെങ്ങനെ വരുമെന്നുള്ള കാര്യം വന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ നമ്മളിവിടേക്ക് BJPയുടെ ഭാഗത്ത് വികസനമൊന്നും കിട്ടിയില്ല, കേരളത്തിന് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടല്ലോ. അതൊക്കെ ആളുകൾ എങ്ങനെ കാണുന്നുള്ള കാര്യം, ജനങ്ങൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നതെന്ന് പ്രവചിക്കാൻ ഞാനൊരു രാഷ്ട്രീയ വിദഗ്ധനല്ല. ഞാൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആളാണ്. രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം ഞാൻ നിലനിൽക്കുന്നത് കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ രാഷ്ട്രീയത്തിൽ പുലർത്തുന്ന സത്യസന്ധതയും കഠിനാധ്വാനം. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ പറയും. അത് മണ്ടത്തരമാണെന്ന് ചിലർക്ക് തോന്നാം, അത്രയും ബുദ്ധി അവനില്ലയോ എന്ന് തോന്നാം. എനിക്ക് അത്രയും ബുദ്ധിയുള്ളൂ. വലിയൊരു ബുദ്ധിമാനല്ല ഞാൻ. സ്ട്രൈറ്റാണ്. മത്സരിക്കാമല്ലോ, ആർക്കും ഡോക്ടർക്ക് മത്സരിക്കാം, അധ്യാപകന് മത്സരിക്കാം, എല്ലാവർക്കും സാഹിത്യകാരന് മത്സരിക്കാം, അപ്പോൾ സിനിമാക്കാരോട് മത്സരിക്കാം. കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ല കാര്യം തന്നെ. മത്സരിക്കട്ടെ. സുരേഷ് ഗോപി മത്സരിച്ചു, ജയിച്ചു, കേന്ദ്രമന്ത്രി, നല്ലതല്ലേ? അപ്പോൾ അതുപോലെ വരട്ടെ. ഇപ്പോൾ ആളുകൾ മത്സരിക്കട്ടെ, ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ സ്വീകരിക്കട്ടെ. ആദ്യമായി ഏതായാലും കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എത്താൻ കഴിഞ്ഞ സിനിമാ നടൻ ഞാനാണ്. അതിലെനിക്ക് എപ്പോഴും ആ റെക്കോർഡ് എൻ്റെ തന്നെയാണ്. അത് കണ്ടില്ലെന്ന് പലരും നടിക്കുന്നുണ്ടെങ്കിലും ഞാൻ തന്നെയാണ് എന്നതിൽ സന്തോഷം. ഞാൻ തീർച്ചയായിട്ടും ഭൂരിപക്ഷം ഉയരും എന്ന സംശയമില്ല. എൻ്റെ അമ്മമാരും എൻ്റെ സഹോദരന്മാരും ഒക്കെ എന്നോട് കാണിക്കുന്ന ആത്മാർത്ഥമായ സ്നേഹം ഒരു സന്തോഷം തന്നെയാണ്. നിങ്ങൾ കണ്ടതിൽ സന്തോഷം. എല്ലാവരോടും നാട്ടുകാരോട് ചോദിക്കുക എന്താണെന്നുള്ള കാര്യം. ഞാൻ പറയുന്നത് ശരിയല്ല. എങ്ങനെയാണ് ഗണേഷ് കുമാറിനോടാണോ സ്നേഹം എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ഈ ജംഗ്ഷനിൽ നിൽക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളോടും യാത്രക്കാരോടും ചുമ്മാ ചോദിച്ചാൽ അവർ സത്യം പറഞ്ഞു തരും. ഞാനായിട്ട് പറയുന്നില്ല. ഞാൻ അങ്ങനെ എനിക്ക് വിശ്വാസമുണ്ട്, അമിത ആത്മവിശ്വാസമല്ല, എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എൻ്റെ ജനങ്ങളെക്കുറിച്ച്, എൻ്റെ നാട്ടുകാരെക്കുറിച്ച്, പത്തനാപുരത്തുകാരെക്കുറിച്ച് എനിക്ക് ഒരു കൃത്യമായ ഒരു ബന്ധമുണ്ട്. ഒരു ഹൃദയബന്ധം. ആ ബന്ധം ആത്മവിശ്വാസം പകരുന്ന. പുതുതായിട്ട് 2031 മുമ്പ് ചെയ്യാൻ പോകുന്ന ഒരുപിടി കാര്യങ്ങളുണ്ട്. ഇതുവരെ ചെയ്തതിനേക്കാൾ മികച്ച വികസന പ്രവർത്തനങ്ങൾ. ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്, വലിയ കാര്യങ്ങളാണ്. 98 കോടിയുടെ ആശുപത്രി, ഇങ്ങനെ തുടങ്ങി വളരെ അത്ഭുതപ്പെടുന്ന വികസനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ചെറിയ ചെറിയ റോഡുകളും കൂടി ഏറ്റെടുത്ത്, ഈ പഞ്ചായത്ത് റോഡുകളൊക്കെ ഉണ്ട്, അതും കൂടി ഏറ്റെടുത്ത് അതും കൂടി പൂർണ്ണമായി. കാരണം ഇപ്പം കാണുന്ന പ്രധാന റോഡുകളെല്ലാം ഒരുവിധം ജില്ലാ പഞ്ചായത്തിൻ്റെ ഇരിക്കുന്ന റോഡുകൾ വരെ നമ്മൾ നന്നായി ടാർ ചെയ്തു, വേറെ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച്. ഇനി ഗവൺമെൻറ് ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് ചെറിയ ചെറിയ കുറേ റോഡുകളുണ്ട്, അത് MLA ഫണ്ടും ഗവൺമെൻറ് ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ടാർ ചെയ്ത് വൃത്തിയാക്കും. പിന്നെ ഇനി നിർമ്മിക്കാനുള്ള 1, 2, 3, 4 സ്കൂളുകളുണ്ട്.
അത് നിർമ്മിക്കും. പിന്നെ ആമണീശ്വരത്ത് ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കും. അങ്ങനെ ഒരുപിടി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ തിരഞ്ഞെടുപ്പ് മുമ്പ് പ്രസിദ്ധീകരിക്കും, ജനങ്ങൾ വായിക്കത്തക്ക രീതിയിൽ പ്രസിദ്ധീകരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. എന്നോട് പലരും ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഞാനൊരു ഡയറിയിൽ കുറിച്ചിടുന്ന പതിവുണ്ട്. അപ്പോൾ ആ ഡയറിയിൽ നിന്ന് ഞാൻ എടുത്ത അവരുടെ ആവശ്യങ്ങളാണ് എടുക്കുന്നത്. പിന്നെ എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടുള്ള ചില പുതിയ ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ കൂടി നടപ്പിലാക്കി മുന്നോട്ട് പോകും. കുറച്ചൊരു ഈ കായിക രംഗത്ത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള കളിക്കളങ്ങൾ കൂടുതലുണ്ടാക്കാനായിട്ട് പഞ്ചായത്തുകളുമായി സഹകരിക്കും. പിന്നെ സമ്പൂർണ്ണമായി മാലിന്യമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. കാരണം മാലിന്യം പല സ്ഥലത്തും കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോകും. നമ്മളങ്ങനെ മാലിന്യം ഇപ്പം ഇത്രയും വലിയ ടൗണായിട്ട് മാലിന്യമൊന്നുമില്ല, അല്ല വൃത്തിയായിട്ട് കിടക്കുകയാണ്. പക്ഷേ നമ്മൾ പല ഉൾപ്രദേശങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടി അവിടെയെല്ലാം ക്യാമറ സ്ഥാപിക്കാനുള്ള പരിപാടിയാണ്. മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശനമായ നടപടി എടുക്കുകയാണ് പഞ്ചായത്ത്. അപ്പോൾ അതുകൊണ്ട് അതിനോട് എല്ലാ പഞ്ചായത്തുകളും ഇടക്കാർ സഹകരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുവായ കാര്യങ്ങൾ. ഒരു ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. എവിടെയാണ് അവർക്ക് എന്തെങ്കിലും ഒരു കുറവുള്ളതെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യും.